Good morning, students. Last class we discussed about the topic binomial distribution and its definition, properties, and some problems. Today we will discuss about the topic mean and standard deviation of binomial distribution. Last class in properties of binomial distribution we discussed these terms mean and standard deviation of binomial distribution. You know, mean of binomial distribution is equal to NP and standard deviation of binomial distribution is root NPQ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഡയറക്റ്റ് പ്രോബ്ലംസ് ആണ് പഠിച്ചത്. ക്വസ്റ്റ്യൻ തരുന്നു, നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു, പ്രോബ്ലം സോൾവ് ചെയ്യുന്നു അല്ലേ. ഇവിടെ ഈ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഒക്കെ തന്നിട്ട് ഏതെങ്കിലും പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാനോ പ്രോബ്ലം സോൾവ് ചെയ്യാനോ വേണ്ടി വരുന്ന രീതിയിലുള്ള പ്രോബ്ലംസാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഞാനിതുവരെ നോട്ട്സ് പ്രോബ്ലം എഴുതി ആണ് നിങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ നോട്ടിന് ക്ലിയർ കുറവാണെന്ന് പറഞ്ഞതുകൊണ്ട് തൽക്കാലം മോഡൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സൈറ്റിലുള്ള മെറ്റീരിയൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുവരെ വന്ന ടേംസിൽ ചിലതിന് ചെറിയ മാറ്റം ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ അവിടെ എത്തുമ്പോൾ ഞാൻ പറയും. അപ്പോൾ നിങ്ങൾ പഠിച്ച രീതിയിൽ തന്നെ പഠിച്ചാൽ മതി, മാറ്റി പഠിക്കുകയൊന്നും വേണ്ട. അപ്പോൾ ഇവിടെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നിട്ടുള്ള പ്രോബ്ലംസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ മീൻ ഈസ് ഈക്വൽ ടു 4 ആൻഡ് വേരിയൻസ് ഈസ് ഈക്വൽ ടു 12/9. ഫൈൻഡ് n. അപ്പോൾ മീൻ 4 ആണ്, വേരിയൻസ് 12/9 ആണ്. n കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സൊല്യൂഷൻ നോക്കാം. ഫസ്റ്റ് മീൻ ഈസ് ഈക്വൽ ടു എൻ പി, ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അപ്പോൾ എൻ പി എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് എൻ പി ക്യു ആണ് അല്ലേ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് എൻ പി ക്യു ആയതുകൊണ്ട് തന്നെ വേരിയൻസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ ആണ് അല്ലേ. റൂട്ട് എൻ പി ക്യുവിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എൻ പി ക്യു ആണ്. അപ്പോൾ ഒരു സ്ക്വയർ റൂട്ടിനുള്ളിലുള്ള സംഖ്യയിൽ സ്ക്വയർ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ആ സ്ക്വയർ ഒഴിവായി കിട്ടുക ചെയ്യുക. അപ്പോൾ റൂട്ട് എൻ പി ക്യുവിൻ്റെ സ്ക്വയർ ആണ് എന്തായിട്ട് വരിക? എൻ പി ക്യു ആയിട്ട് വരിക. അപ്പോൾ എൻ പി ക്യു ഈസ് ഈക്വൽ ടു 12/9. എൻ പി ക്യു ഈസ് ഈക്വൽ ടു 12/9. എൻ പി ഈസ് ഈക്വൽ ടു 4ഉം എൻ പി ക്യു ഈസ് ഈക്വൽ ടു 12/9 ആണ്. ഫസ്റ്റത്തെ കേസിൽ എൻ പി ആണുള്ളത്, മൂന്നാമത്തെ കേസിൽ എൻ പി ക്യു. എൻ ഇൻറ്റു പി ആണ് എൻ പി, എൻ ഇൻറ്റു പി ഇൻറ്റു ക്യു ആണ് എൻ പി ക്യു അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് അഡീഷണൽ ആയിട്ട് വന്ന സാധനം ക്യൂ ആണ് അല്ലേ. ഫസ്റ്റിലെ എൻ പിൻ്റെ കൂടെ ക്യൂവും കൂടി വരുമ്പോഴാണ് 12/9 കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആ ക്യൂ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ക്യൂ ഈസ് ഈക്വൽ ടു എൻ പി ക്യൂ ബൈ എൻ പി. ക്യൂ ഈസ് ഈക്വൽ ടു എൻ പി ക്യൂ ബൈ എൻ പി ഇട്ടാൽ മതി. ക്യൂ ഈസ് ഈക്വൽ ടു എൻ പി ക്യൂ ബൈ എൻ പി. എൻ പി ക്യൂ എന്ന് പറഞ്ഞാൽ 12/9 ആണ്, ഡിവൈഡഡ് ബൈ 4. അപ്പോൾ രണ്ടും ഭിന്നസംഖ്യയിലേക്ക് മാറ്റാം. 4നെ ഭിന്നസംഖ്യയാക്കി അതെങ്ങനെ വരിക? 4/1. അപ്പോൾ 12/9 ഡിവൈഡ് ബൈ 4/1. ഭിന്നസംഖ്യ ഡിവൈഡ് ചെയ്യുന്ന നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഭിന്നസംഖ്യ ഡിവൈഡ് ചെയ്യുക എങ്ങനെയാണ്? ഡിവൈഡ് ചെയ്യപ്പെടേണ്ട സംഖ്യനെ എന്താണ് റെസിപ്രോക്കൽ ഇട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 12/9 ഡിവൈഡഡ് ബൈക്ക് പകരം എന്ത് വരും? ഇൻറ്റു 4/1 ഉള്ളത് അതിൻ്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള 1/4 ആവും. അപ്പോൾ 12/9 ഇൻറ്റു 1/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/9. അത് മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുക? 12/9 ഇൻറ്റു 1/4 വെട്ടിയാൽ മതി. നമ്മൾ വെട്ടിക്കഴിഞ്ഞാൽ 3/9 കിട്ടും. അത് ചെറുതായി കഴിഞ്ഞാൽ 1/3. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേരിയബിൾ എന്ത് കിട്ടി? ക്യൂ കിട്ടി അല്ലേ. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? n ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ക്യൂ കിട്ടി. ഇനി ഈ ക്യൂ നമ്മുടെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് n കിട്ടും. ഇങ്ങനെ നോക്കാം. ക്യൂ ഈസ് ഈക്വൽ ടു 1/3. പി എന്ന് പറയുന്നത് എന്താ? പി എന്ന് പറയുന്നത് 1 - ക്യൂ ആണ് അല്ലേ. നമ്മൾ പറഞ്ഞു 1 - ക്യൂ ആണ് പി, അല്ലെങ്കിൽ ക്യൂ എന്ന് പറയുന്നത് 1 - പി ആണെന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 1ൽ നിന്ന് ക്യൂ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 1 - 1/3 ആൻസർ 2/3 കിട്ടും. 1 - 1/3 എന്ന് പറയുമ്പോൾ ആൻസർ 2/3 കിട്ടും. അപ്പോൾ പി കിട്ടി, ക്യൂ കിട്ടി, പി കിട്ടി. നമുക്ക് വേണ്ടത് എന്താ? n ആണ് അല്ലേ. അപ്പോൾ പി നമുക്ക് ഏത് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം? ഈ എൻ പി ഈസ് ഈക്വൽ ടു 4 എന്നുള്ളതിൽ അപ്ലൈ ചെയ്യാം.
എൻ പി ഈസ് ഈക്വൽ ടു 4. അപ്പോൾ എൻ ഇൻറ്റു പിക്ക് പകരം എന്ത് കൊടുക്കുക നമുക്ക് കിട്ടിയ പി, അതായത് 2/3 ഈസ് ഈക്വൽ ടു 4. അപ്പോൾ എൻ ഇൻറ്റു 2/3 ഈസ് ഈക്വൽ ടു 4 ആണ്. അപ്പോൾ എൻ മാത്രം ഇവിടെ നിർത്തുക. എൻ ഈസ് ഈക്വൽ ടു 4. ഈ ഇൻറ്റു 2/3 ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്തായി, ഡിവൈഡഡ് ബൈ 2/3 ആയി അല്ലേ. n ഈസ് ഈക്വൽ ടു 4 ഡിവൈഡ് ബൈ 2/3. സോ n ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 2/3 കൊണ്ട് ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഡിവൈഡ് ചെയ്യുന്ന കേസിൽ നമ്മൾ എന്താ ചെയ്യുക, റെസിപ്രോക്കൽ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇപ്പോൾ 2/3 നേരെ റെസിപ്രോക്കൽ 3/2 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 4 ഇൻറ്റു 3/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. ഇപ്പോൾ എന്നിൻ്റെ വാല്യൂ ആണ് 6. ഓക്കെ അല്ലേ. അപ്പോൾ എൻ പിയും എന്നും എൻ പി ക്യൂവും തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ആദ്യം ക്യൂ കണ്ടുപിടിക്കുന്നു, ദെൻ ക്യൂവിൽ നിന്ന് പി കണ്ടുപിടിക്കുന്നു, ദെൻ ആ പിയുടെ വാല്യൂ എൻ പിയിൽ അപ്ലൈ ചെയ്തിട്ട് എൻ കണ്ടുപിടിക്കുന്നു. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് നോട്ട്സും കൃത്യമായിട്ട് എഴുതാൻ പറ്റും ഇത് ഈ മോഡാകുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ഇത് സെലക്ട് ചെയ്തത് കേട്ടോ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ മീൻ ഈസ് 6 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് √2. ഫൈൻഡ് ദി പാരാമീറ്റേഴ്സ്. നേരത്തെ തന്ന സെയിം രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. മീൻ എൻ പി ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞത് √NPQ ആണ് അല്ലേ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ √NPQ ആണ്, അത് √2 ആണെന്ന് വന്നിട്ടുണ്ട് അല്ലേ. √NPQ ഈസ് ഈക്വൽ ടു √2. ദെർഫോർ NPQ ഈസ് ഈക്വൽ ടു 2. അപ്പോൾ മീൻ 6 ആണ്, NP 6 ആണ്, NPQ 2 ആണ്. അപ്പോൾ അതിൽ നിന്ന് നേരത്തെ തന്നെ ക്യൂ കണ്ടുപിടിക്കാം. ക്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, NPQ ഡിവൈഡ് ബൈ NP ഇടാം. അപ്പോൾ NPQ 2 ആണ്, NP 6 ആണ്, 2/6 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3. Q is equal to 1/3. Therefore, P is equal to 1 minus Q. 1 minus 1/3. That is equal to 2/3. Then NP is equal to 6 ആണ് അല്ലേ. അപ്പോൾ പിയുടെ വാല്യൂ ഇവിടെ കിട്ടിയത് 2/3 ആണ്. അതിവിടെ അപ്ലൈ ചെയ്യുക. n ഇൻറ്റു 2/3 ഈസ് ഈക്വൽ ടു 6. Therefore, n is equal to 6/2/3. 6 ഡിവൈഡ് ബൈ 2/3 വരും അല്ലേ. അപ്പോൾ 6 ഇൻറ്റു 3/2 ഈസ് ഈക്വൽ ടു 9. അപ്പോൾ പാരാമീറ്റേഴ്സ്, ഫൈൻഡ് ദ പാരാമീറ്റേഴ്സ് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. ഇവിടെയുള്ള പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ്, എന്നും പിയും ക്യൂവും. ഇവിടെ 3 നമ്മൾ കണ്ടുപിടിച്ചു. ക്യൂ 1/3 ആണെന്ന് കിട്ടി, പി 2/3 ആണെന്ന് കിട്ടി, n 9 ആണെന്ന് കിട്ടി. 3 പാരാമീറ്റേഴ്സ് നമ്മളിവിടെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഓക്കെ, 2 പ്രോബ്ലം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. മനസ്സിലാവാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പീരീഡ് ഉള്ള സമയത്ത് വാട്സപ്പിൽ വന്ന് പറയുക. പരമാവധി സ്പീഡൊക്കെ ഞാൻ കുറച്ചിട്ടാണ് പറയുന്നത്. പിന്നെ ഇതിലാകുമ്പോൾ കുറച്ച് സ്പീഡ് കൂടുന്നുണ്ടാവും, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം നമുക്ക്. നെക്സ്റ്റ് another problem. In a binomial distribution consisting 5 independent trials, probability for 1 and 2 success are 0.4096 and 0.2048 respectively. Find the parameter P. ഇവിടെ അതേപോലെ തന്നെ ഒരു ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്. 5 ഇൻഡിപെൻഡൻറ്റ് ട്രയൽസ് ഉള്ള ഡിസ്ട്രിബ്യൂഷനാണ്. അതിൻ്റെ പ്രോബിലിറ്റി 1ഉം 2ഉം ഇവിടെ തന്നിട്ടുണ്ട്. പി ഓഫ് 1ഉം പി ഓഫ് 2ഉം ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ 5 ട്രയൽസ് ആണ് ഉണ്ടാവുക. ദ ടേംസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആർ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവിടെ പി ഓഫ് ആർ എന്നാണ് നിങ്ങൾ കാണുന്നത് അല്ലേ. അപ്പോൾ മെറ്റീരിയലിൽ അത് ആർ എന്നാണുള്ളത്, നമ്മുടെ ടെക്സ്റ്റിലുള്ളത് എക്സ് ആണ്, നമ്മൾ ഉപയോഗിക്കുന്നത് എക്സ് ആണ്. ഇവിടെ ഇപ്പോൾ 6 തന്നതുകൊണ്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആവുമൊന്നും വേണ്ട. നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ആയി നിങ്ങൾ എന്തെങ്കിലും ഉപയോഗിച്ചാൽ മതി, എക്സ് എന്ന് ഉപയോഗിച്ചാൽ മതി. ഞാൻ ഈ 6 ഇടത്തിൽ എക്സ് ആണ് പറയുക കേട്ടോ, കാരണം ഞാൻ ഫസ്റ്റിൽ പഠിപ്പിച്ചത് എക്സ് വെച്ചിട്ടുള്ള ഇക്വേഷനാണ്. ഓക്കെ, അപ്പോൾ മെറ്റീരിയൽ മൊത്തം എഡിറ്റ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് ഇവിടെ 6 തന്നെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് എക്സ് ആണ്, നിങ്ങൾ നോട്ടിലേക്ക് എഴുതേണ്ടതും എക്സ് തന്നെയാണ് കേട്ടോ. പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0, പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1, പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2, പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 3, പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 4 ആൻഡ് പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 5. 5 ട്രയൽസ് വരിക അല്ലേ. പി ഓഫ് 1 0 1 2 3 4 5 ആണ്. ഇതിൽ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് പി ഓഫ് 1ഉം പി ഓഫ് 2ഉം തന്നിട്ടുണ്ട്. പി ഓഫ് 1ഉം പി ഓഫ് 2ഉം തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ പാരാമീറ്റർ ആയിട്ടുള്ള പി കണ്ടുപിടിക്കണം. നേരത്തെ NPQ കണ്ടുപിടിച്ചില്ലേ, അതുപോലെ പി കണ്ടുപിടിക്കണം.
ഇപ്പോൾ പി ഓഫ് എക്സ് ഈസ് ഇക്വൽ ടു 2 തന്നിരിക്കുന്നുണ്ട്, പി ഓഫ് എക്സ് ഈസ് ഇക്വൽ ടു 1 തന്നിട്ടുണ്ട്. 1 എത്ര തന്നിരിക്കുന്നത്? 0.4096, 2.2048. അപ്പോൾ ഇത് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷനിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പി ഓഫ് എക്സ് ഈസ് ഇക്വൽ ടു 1 ആണെങ്കിൽ നമ്മൾ ഇക്വേഷൻ എങ്ങനെയാണ് വരിക? എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ്. ഇവിടെ ആറാണുള്ളത്, നിങ്ങൾ എഴുതേണ്ടത് എക്സ് കേട്ടോ. അപ്പോൾ ഇത് മാറ്റിക്കഴിഞ്ഞാൽ എൻ സി എക്സ് ഇവിടെ എൻ 5 ആണ്, എക്സ് 1 ആണ് അല്ലേ? 5C1 പി റൈസ് ടു 1ഉം ക്യൂ റൈസ് ടു 5 മൈനസ് 1 ആവില്ല. പി റൈസ് ടു 1ഉം ക്യൂ റൈസ് ടു 5 മൈനസ് 1ഉം. ഇവിടെ പി എത്രയാണ് ക്യൂ എത്രയാണ് നമ്മൾ അറിയില്ല, അപ്പോൾ അതങ്ങനെ തന്നെ എടുക്കുകയാണ്. പി റൈസ് ടു 1ഉം ക്യൂ റൈസ് ടു 5 മൈനസ് 1, അതായത് 4 ആണ് അല്ലേ? 5C1ൻ്റെ ആൻസർ 5 ആണ്. പി റൈസ് ടു 1 എന്ന് പറഞ്ഞാൽ പി തന്നെയാണ്, ക്യൂ റൈസ് ടു 4 സെയിം. ഇപ്പോൾ 5PQ4 അങ്ങനെ വരും അല്ലേ? ഈസ് ഈക്വൽ ടു 0.4096 അങ്ങനെ കിട്ടി. ഇത് നമ്മൾ രണ്ടാമത്തെ എന്താണ്? പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2 ആണ്. പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ അത് എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ് ആണ്. അപ്പോൾ എൻ സി എക്സിൻ്റെ അവിടുത്തെ 5C1 ആയിരുന്നു നേരത്തെ, ഇവിടെ എന്ത് വരും? 5C2 പി റൈസ് ടു 2 ക്യൂ റൈസ് ടു 5 മൈനസ് 2, അപ്പോൾ 5C2 10 വരും. ദെൻ പി റൈസ് ടു 2 ക്യൂ റൈസ് ടു 3, അപ്പോൾ 10P² ക്യൂ ക്യൂബ് ഈസ് ഈക്വൽ ടു ആൻസർ തന്നിട്ടുണ്ട് 0.2048. അപ്പോൾ 2 ടേമുകൾ വന്നു അല്ലേ? ദെൻ ഡിവൈഡ് ദ ഫസ്റ്റ് ടേം ബൈ സെക്കൻഡ് ടേം. ഫസ്റ്റ് ടേമിനെ സെക്കൻഡ് ടേം കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് ടേം എന്താണ്? 5PQ റൈസ് ടു 4 ഡിവൈഡ് ബൈ 10P² ക്യൂ റൈസ് ടു 3 ഈസ് ഈക്വൽ ടു, അവിടെ തന്നിരിക്കുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0.4096 ഡിവൈഡ് ബൈ 0.2048 ആണ് അല്ലേ? അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 5ഉം 10ഉം വെട്ടിയാൽ 2 വരും. പിയും P² ആകുമ്പോൾ മുകളത്തെ പി ഒഴിവാകും, താഴെ പി റൈസ് ടു 1 അതായത് പി വരും. ദെൻ ക്യൂ റൈസ് ടു 4ഉം ക്യൂ റൈസ് ടു 3 വരും അല്ലേ? ക്യൂ റൈസ് ടു 4ഉം ക്യൂ റൈസ് ടു 3 വരുമ്പോൾ മുകളത്തെ ഒരു ക്യൂ അവിടെ ബാക്കി ഉണ്ടാവും, താഴത്തത് മുഴുവനായിട്ട് പോകും. അപ്പോൾ മുകളിലപ്പോൾ എന്തൊക്കെയാണ് ഉള്ളത്? 5 പോയി, പി പോയി, ക്യൂ മാത്രം ഉണ്ടാവും അല്ലേ? ക്യൂ ഡിവൈഡഡ് ബൈ താഴെയുള്ളത് 10ൻ്റെ അവിടെ 2 വന്നിട്ടുണ്ടാവും, പി 2p. ക്യൂ ഈസ് ഈക്വൽ ടു 2p, ദാറ്റ് ഈസ് ഈക്വൽ ടു 2/1. 2/1 ആണ് വരിക. അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2/1 എന്നുള്ള കണ്ടീഷനിലേക്ക് അത് മാറും. ക്യൂ ഈസ് ഈക്വൽ ടു 2/p, ദാറ്റ് ഈസ് ഈക്വൽ ടു 2/1. 2/1. ദെൻ Q/P 2/1 ഇതില്ലേ? ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ക്യൂ കണ്ടുപിടിക്കാം. ക്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി അല്ലേ? ഇവിടെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലിക്കേഷൻ 1 ഇൻറ്റു ക്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2p, അതായത് 2 ഇൻറ്റു 2 4p അല്ലേ? ക്യൂ ഈസ് ഈക്വൽ ടു 4p എന്ന് കിട്ടും. ക്യൂ ഈസ് ഈക്വൽ ടു 4p. അപ്പോൾ 4p ഈസ് ഈക്വൽ ടു ക്യൂ ഈസ് ഈക്വൽ ടു 4p ആണെന്ന് മനസ്സിലായി അല്ലേ? അപ്പോൾ 4p ഈസ് ഈക്വൽ ടു 1 മൈനസ് പി ആണ്. 4p ഈസ് ഈക്വൽ ടു, അതായത് ക്യൂ കാണാനുള്ള ഇക്വേഷനാണ് എന്ത്? 1 മൈനസ് പി. ക്യൂവിന് പകരമാണ് നമ്മളിവിടെ എന്ത് ഉപയോഗിക്കുന്നത്? 4p. അപ്പോൾ 4p എന്ന് പറയുന്നത് 1 മൈനസ് പി ആണ്. 4p എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലേ? ക്യൂ കാണാനുള്ള ഇക്വേഷനാണ് 1 മൈനസ് പി. ഇവിടെ ക്യൂ എത്രയ്ക്ക് തുല്യമാണ്? 4pക്ക് തുല്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് മാറ്റി എഴുതാം. എങ്ങനെ? 4p ഈസ് ഈക്വൽ ടു 1 മൈനസ് പി. 4p ഈസ് ഈക്വൽ ടു 1 മൈനസ് പി. അപ്പോൾ ഇവിടെ നോക്കുക, 4pയും പിയും ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരിക. 4p ഈ മൈനസ് പി ഇപ്പുറത്തേക്ക് വന്നാൽ അത് പ്ലസ് പി ആവും. ഈസ് ഈക്വൽ ടു 1, അതായത് 5p ഈസ് ഈക്വൽ ടു 1 ആണ് വരിക. 5p ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇതിൽ നിന്ന് പി കണ്ടുപിടിക്കാം. പി ഈസ് ഈക്വൽ ടു 1/5. ഓക്കെ, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ പാരാമീറ്റർ പി ആണ്. അപ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. ക്ലാസ് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. കാരണം പ്രോബ്ലം ആണ്. എവിടെയെങ്കിലും മനസ്സിലാവാതെ സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ്സിൽ ഇപ്പോൾ ഒരു 5-6 പ്രാവശ്യം ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ വീഡിയോ ക്ലാസ് എടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അത് കൃത്യമായിട്ട് കേൾക്കുക. മനസ്സിലാവാത്ത പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ നിങ്ങൾ ക്ലാസ് കേൾക്കുന്ന കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ
2-3 പ്രോബ്ലം ഞാൻ ചെയ്യിച്ചു. പിന്നെ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് തന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. അതാകെ പാടെ 2 കുട്ടികൾ, ഒരു കുട്ടി നുസ്ബത്ത്, ഒരു കുട്ടി അമിൽ ഫഹദ്, ഇവർ 2 പേരും മാത്രമാണ് എന്നെ കൺസേൺ ചെയ്തിട്ടുള്ളൂ. ബാക്കി ഒരൊറ്റ കുട്ടി പോലും പ്രോബ്ലം ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഓൺലൈൻ ക്ലാസ് ആണ് വെച്ചിട്ട് നിങ്ങൾ ഉഴപ്പൊന്നും വേണ്ട. ഇതിൻ്റെ ഇൻറ്റേർണൽ മാർക്ക് ഞാൻ തന്നെയാണ് ഇടുക. പിന്നെ എക്സാം പെട്ടെന്ന് തന്നെ ഈ കോവിഡിൻ്റെ ഒരു ചെറിയൊരു ഇളവ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഗ്യാപ്പിൽ നിങ്ങൾ എക്സാം യൂണിവേഴ്സിറ്റി നടത്തും. അപ്പോൾ ഒരുപാട് സമയം നിങ്ങൾക്ക് മുന്നിലില്ല. ഇതിങ്ങനെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ബാക്കി പഠിക്കാനൊന്നും പറ്റില്ല. ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഫിറ്റിംഗ് എപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാവുന്നുണ്ടെങ്കിലോ ഇല്ലെങ്കിലോ അത് കൃത്യമായിട്ട് അറിയിക്കുക. ചെയ്യാൻ പറയുന്ന വർക്കുകളൊക്കെ കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്യുക. ഇല്ലാണ്ടൊന്നും പാസ്സാവില്ല. ഇപ്പോൾ ഇത്രയും റിസ്ക് എടുത്ത് ടീച്ചേഴ്സ് ക്ലാസ് എടുത്ത് തരുമ്പോൾ നിങ്ങളത് അതിൻ്റെ വിലയ്ക്ക് തന്നെ കാണുക. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, വലിയ കുട്ടികളാണ് നിങ്ങൾ, കൂടുതലിങ്ങനെ ഉന്തി കയറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ പറ്റുന്ന ആൾക്കാരൊക്കെ ചെയ്തിട്ട് കൃത്യമായിട്ട് നോട്ടും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുക. ബാക്കി കാര്യങ്ങളിപ്പോൾ നമ്മൾ 2 വർഷമായിട്ടില്ലേ നമ്മൾ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നു. നിങ്ങൾക്ക് അറിയാലോ എങ്ങനെയൊക്കെയാണ് നമ്മുടെ രീതികൾ എന്നുള്ളതൊക്കെ. ഓക്കെ, ദെൻ ഇതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ഓക്കെ, ഫിറ്റിംഗ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഇത് എസ്സേ വരുന്ന പാർട്ടാണ്, ഫിറ്റിംഗ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മളിപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ ഇക്വേഷൻ പഠിച്ചു. ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇനി ഇതിനെ ഒരു കൃത്യമായ ടേബിളിൽ അറേഞ്ച് ചെയ്ത് ഫിറ്റ് ചെയ്യുന്നതിനാണ് ഫിറ്റിംഗ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. അതിൻ്റെ സ്റ്റെപ്സ്: ഫസ്റ്റ്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എൻ, പി ആൻഡ് ക്യൂ. അതായത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ചിലതിൽ എന്നും പിയും ക്യൂ ഒക്കെ ഡയറക്റ്റ് തന്നിട്ടുണ്ടാവും. ചില ക്വസ്റ്റ്യൻ ഇപ്പോൾ നമ്മൾ കണ്ട രീതിയിൽ തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എന്നും പിയും ക്യൂവും നമ്മൾ കണ്ടുപിടിക്കുക. Then substitute the values of n, p, q in the binomial distribution function ncx p raised to x q raised to n minus x. അതിനുശേഷം ക്വസ്റ്റ്യൻ എത്ര വാല്യൂസ് ഉണ്ടെന്ന് നോക്കുക. നമ്മൾ പ്രോബിലിറ്റീൻ്റെ വാല്യൂസ് 0, 1, 2, 3, 4 എത്ര എണ്ണം ഉണ്ടെന്ന് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാലല്ലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ആ ഓരോ വാല്യൂസും നമ്മളെ ഈ പ്രോബബിലിറ്റി ഫംഗ്ഷനിൽ, ഇവിടെ NC6 ആണുള്ളത്, ഞാൻ പറയുന്നത് അനുസരിച്ച് എഴുതിയാൽ മതി. നിങ്ങൾ NCx p raised to x q raised to n minus x എന്നുള്ള ആ ഒരു ഫംഗ്ഷനിലേക്ക് അറേഞ്ച് ചെയ്യാം. പുട്ട് x ഈസ് ഈക്വൽ ടു 0, 1, 2 ഇൻ ദി ഫംഗ്ഷൻ. അതായത് എത്ര വാല്യൂസ് ക്വസ്റ്റ്യനുണ്ടോ അത്രയും വാല്യൂസിൽ ഈ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാം. ദെൻ നെക്സ്റ്റ് ചെയ്യേണ്ടത് മൾട്ടിപ്ലൈ ഈച്ച് സച്ച് ടേംസ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി ഓർ n ടു ഒബ്റ്റെയിൻ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. ക്വസ്റ്റ്യനിൽ ഒരു ടോട്ടൽ ഫ്രീക്വൻസി തന്നിട്ടുണ്ടാവും. ഈ കിട്ടിയ ആൻസറിനെ ആ ടോട്ടൽ ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കിട്ടും. അപ്പോൾ ഇതിനെ 3 കോളങ്ങളിലായിട്ട് അറേഞ്ച് ചെയ്യുന്നതാണ് ഫിറ്റിംഗ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഫസ്റ്റ് കോളത്തിൽ എക്സ് ആണ് ഉണ്ടാവുക, സെക്കൻഡ് കോളത്തിൽ പി ഓഫ് എക്സ് ആണ് ഉണ്ടാവുക, തേർഡ് കോളത്തിൽ ഇ ഓഫ് എക്സ്, അതൊരു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്, അത് പി ഓഫ് എക്സ് ഇൻറ്റു എൻ ആണ്. ടോട്ടൽ ഫ്രീക്വൻസി ക്വസ്റ്റിന് തരും. ഇതവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നോക്കാം. പല പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ച ക്വസ്റ്റ്യനാണ്. തന്നെ ഇതേ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. 8 coins were tossed together for 256 times. Fit a binomial distribution of getting heads. Also find mean and standard deviation. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു കോയിൻ 8 പ്രാവശ്യം ടോസ് ചെയ്യുന്നു, അല്ല 8 കോയിൻ ടോസ് ചെയ്യുന്നു 256 പ്രാവശ്യം. അതിൽ നമ്മളൊരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ചെയ്യണം. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗെറ്റിംഗ് ഹെഡ്സ്. അപ്പോൾ ഗെറ്റിംഗ് ഹെഡ്സ്, പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ്സ് ആണ് എന്തിവിടെ സക്സസ്. ഓൾസോ ഫൈൻഡ് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. മാത്രമല്ല അതിൻ്റെ കൂടെ എന്തും കണ്ടുപിടിക്കണം, മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കണം. അപ്പോൾ പി ഓഫ് ഗെറ്റിംഗ് ഹെഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു പി. ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എത്താണ്? 1/2. അപ്പോൾ പി 1/2 ആണ്, ക്യൂ ഓൾസോ 1/2. അത് ഡയറക്റ്റും അറിയാം, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, 1 മൈനസ് പി ഇട്ടിട്ട് 1/2. അപ്പോൾ പിയും ക്യൂവും 1/2 ആണ്. ദെൻ എൻ ഉണ്ട് അല്ലേ, ഇവിടെ 8 കോയിൻസ് ആണ് ടോസ് ചെയ്യുന്നത്. അപ്പോൾ എൻ ഈസ് ഈക്വൽ ടു 8 ആണ്. നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എൻ, പി ആൻഡ് ക്യൂ, അതിവിടെ അപ്ലൈഡ് ആയി. പി 1/2, ക്യൂ 1/2, എൻ ഇസ് ഈക്വൽ ടു 8. 3 വാല്യൂസും കിട്ടി. ഇനി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഴുതുക. പി ഓഫ് എക്സ് NCx p raised to x q raised to n minus x. Then put x values. ഇവിടെ
8 വരെയുള്ള വാല്യൂസ് വേണം ഇവിടെ തുടങ്ങിയിട്ട് 0 മുതൽ 0 1 2 3 4 5 6 7 8 then are get the terms of binomial distribution. ഈ വാല്യൂസ് ഇട്ടിട്ട് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, നോക്കാം. ഫസ്റ്റ് നമ്പർ ഓഫ് ഹെഡ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്. ഇവിടെ 6 നിങ്ങൾ എക്സ് എഴുതാം കേട്ടോ, എക്സ്. ദെൻ വേണ്ടത് പി ഓഫ് എക്സ്. നെക്സ്റ്റ് കോളത്തിൽ വേണ്ടത് പി ഓഫ് എക്സ്. വെറുതെ പി ഓഫ് എക്സ് എന്ന് എഴുതണ്ട, മുഴുവൻ ഇക്വേഷൻ എഴുതിക്കോളുക. പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ് എന്ന് എഴുതാം. ദെൻ തേർഡ് കോളം എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സ് ഇൻറ്റു എൻ ആണ്. പി ഓഫ് എക്സ് നമുക്ക് ഈ കോളത്തിൽ കിട്ടും, അതിനെ എൻ ടോട്ടൽ ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ ടോട്ടൽ ഫ്രീക്വൻസി ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 256. നോക്കുക, ആദ്യം 0ൽ എൻ സി എക്സ് എന്ന് പറയുമ്പോൾ 8C0 ഹാഫ് റൈസ് ടു 0 ഹാഫ് റൈസ് ടു 8 എൻ മൈനസ് 0 എന്നല്ലേ വരാം. അപ്പോൾ 8C0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഹാഫ് റൈസ് ടു 0 എന്ന് പറഞ്ഞാലും 1 ആണ്. ഏത് സംഖ്യയാണെങ്കിലും റൈസ് ടു 0 വന്നു കഴിഞ്ഞാൽ 1 ആയിരിക്കും. ഇൻറ്റു 1/2 റൈസ് ടു 8. 1 റൈസ് ടു 8 1 ആണ്. 2 റൈസ് ടു 8 256 ആണ്. അപ്പോൾ ആൻസർ 1/256 എന്ന് വരും. 1/256. ദെൻ നെക്സ്റ്റ് കോളം. നെക്സ്റ്റ് കോളത്തിൽ എന്താ വരിക? പി ഓഫ് എക്സ് ഇൻറ്റു എൻ എന്നല്ലേ പറഞ്ഞത്. പി ഓഫ് എക്സ് ഇവിടെ 1/256 ആണ്. 1/256 ഇൻറ്റു 256. അപ്പോൾ ആ 256ഉം 256 ഇവിടെ കട്ടായി പോകും. ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ? 1. അതിവിടെ ആൻസറായിട്ട് എഴുതുന്നു. അപ്പോൾ ഇവിടെ ചുരുക്കിയിട്ടാണുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ കൃത്യമായിട്ട് എഴുതിക്കോളാം. ഇവിടെ എഴുതുമ്പോൾ എങ്ങനെ എഴുതേണ്ടത്? 1/256 ഇൻറ്റു 256. അപ്പോൾ 256ഉം 256ഉം വെട്ടിക്കളയുക. ബാക്കിയുള്ള ആൻസർ 1 ഇസിക്കൽ ടു 1. ദെൻ 1 ആകുമ്പോൾ 8C1 ഹാഫ് റൈസ് ടു 1 ഹാഫ് റൈസ് ടു 7. 8C1 8 കിട്ടും. 1/2 റൈസ് ടു 1 ഇൻറ്റു 1/2 റൈസ് ടു 7 1/256 കിട്ടും. ആൻസർ 8/256. അതിവിടെ ഇട്ട് കഴിഞ്ഞാൽ 8/256 ഇൻറ്റു 256. 256 വെട്ടിപ്പോവും, ബാക്കി 8. അതേപോലെ ബാക്കി മുഴുവൻ 8C2 ഹാഫ് റൈസ് ടു 2 ഹാഫ് റൈസ് ടു 6. 8C2 28 ആണ് വരിക. ബാക്കി ഇത് 1/256 ഡയറക്റ്റ് എഴുതിയിരിക്കുകയാണ്. കാരണം ഇതെന്താണ്? രണ്ടും ഈക്വൽ വാല്യൂസ് ആണ്. ഇവിടെ 0ഉം 8ഉം, ഇവിടെ 1ഉം 7ഉം 2ഉം 6ഉം 3ഉം 5ഉം 4ഉം 4ഉം 5ഉം 3ഉം 6ഉം 2ഉം 7 1 8 0. അതായത് ഇതിൻ്റെ രണ്ടിൻ്റെയും ടോട്ടൽ എപ്പോഴും എത്രയായിരിക്കും? 8 ആയിരിക്കും. അപ്പോൾ ആൻസർ 1/256 തന്നെ റിപ്പീറ്റ് ചെയ്ത് വരും താഴേക്ക്. ഓക്കെ, ദെൻ 8C3 1/2 റൈസ് ടു 3 1/2 റൈസ് ടു 5 56 ഇൻറ്റു 1/256. 8C4 1/2 റൈസ് ടു 4 1/2 റൈസ് ടു 4 70 ഇൻറ്റു 1/256 70. 8C5 മുഴുവൻ എന്താ? 8C5 ഹാഫ് റൈസ് ടു 5 ഹാഫ് റൈസ് ടു 3 56 ഇൻറ്റു 1/256 ദാറ്റ് ഈസ് ഈക്വൽ ടു 56/256. ഇവിടെ വരുമ്പോൾ അത് 56 ആയിട്ട് മാറും. 8C6 ഹാഫ് റൈസ് ടു 6 ഹാഫ് റൈസ് ടു 2 is equal to 28 into 1/256 that is equal to 28. 8C7 half raised to 7 half raised to 1 that is equal to 8 into 1/256 is equal to 8/256 is equal that is equal to 8. Then 8C8 അതായത് ഈ മുഴുവൻ വാല്യൂസും 0 1 2 3 4 5 6 7 8 എല്ലാ വാല്യൂസും നമ്മളെ പ്രോബബിലിറ്റി ഫംഗ്ഷനിൽ അപ്ലൈ ചെയ്യുന്നു. ആ കിട്ടിയ ഉത്തരത്തിനെ ടോട്ടൽ ഫ്രീക്വൻസി ആയിട്ടുള്ള 256 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതാണ് ഫിറ്റിംഗ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ദെൻ കണ്ടുപിടിക്കാൻ പറഞ്ഞത് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും അല്ലേ. മീൻ ഈസ് ഈക്വൽ ടു NP ആണ്. N 8 ആണ്, P 1/2 ആണ്. 8 ഇൻറ്റു 1/2 ദറ്റ് ഈസ് ഈക്വൽ ടു 4 ആണ്. പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് റൂട്ട് NPQ ആണ്. റൂട്ട് ഓഫ് N 8 ഇൻറ്റു P 1/2 Q 1/2 8 ഇൻറ്റു ഹാഫ് ദറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 2. റൂട്ട് 2 ഈസ് ഈക്വൽ ടു 1.4142. ഇതാണ് ആൻസർ. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ എന്നോട് ചോദിക്കുക. ഇനി തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ തുടക്കം Nഉം Pയും Qയും കാണുന്നത് ഞാൻ ഇപ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞു തരും. ക്ലാസ് കേട്ടതിന് ശേഷം ഇതുപോലെ ആ ക്വസ്റ്റ്യൻ ഫിറ്റ് ചെയ്ത് നിങ്ങൾ ഓരോരുത്തരും എനിക്ക് അയച്ചു തരണം കൃത്യമായിട്ട്. അത് അയച്ചു തന്നാലാണ് നിങ്ങൾക്ക് ഈ ക്ലാസ്സിൻ്റെ അറ്റൻഡൻസ് ഞാൻ മാർക്ക് ചെയ്യുക. ഓക്കെ,
ക്വസ്റ്റ്യൻ നോക്കുക. The following data show the number of seeds germinating out of 5 IB filter for 80 set of seeds. Fit a binomial distribution of this data and find the expected frequencies. X is equal to 0, 1, 2, 3, 4, 5. F is equal to 6, 20, 28, 12, 8, 6. അതവിടെ എന്നും ഇല്ല, പിയും ഇല്ല, ക്യൂ ഇല്ല, ഒന്നുമില്ല, ഒന്നും കാണുന്നില്ല അല്ലേ? അപ്പോൾ അതെല്ലാം നമ്മൾ കണ്ടുപിടിക്കണം. ഇതിനുള്ളിൽ ഒളിച്ചിരിപ്പുണ്ട് അതൊക്കെ. ഷോ നമ്പർ ഓഫ് സീഡ്സ് ജെർമിനേറ്റിംഗ് ഔട്ട് ഓഫ് 5 IB ഫിൽറ്റർ ഫോർ 80 സെറ്റ് ഓഫ് സീഡ്സ്. 80 സെറ്റ് ഫീഡ്സിൽ നിന്ന് 5 IB ജെർമിനേറ്റ് ചെയ്യുന്നതിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ 5 IB ആണ് ജെർമിനേറ്റ് ചെയ്യുന്നത്. n ഈസ് ഈക്വൽ ടു 5. സ്മോൾ n ഈസ് ഈക്വൽ ടു 5 ആണ്. ദെൻ 80 മീൻസ് ലാർജ് n ആണ്, ഫ്രീക്വൻസി, ടോട്ടൽ ഫ്രീക്വൻസി ആണ്. ദെൻ ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ബാക്കിയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കണം. ഇവിടെ എക്സും എഫും തന്നിട്ടുണ്ട് അല്ലേ? ഈ എക്സും എഫും തന്നാൽ ഇതിൽ നിന്ന് നമ്മൾ മീൻ കണ്ടുപിടിക്കണം. ആ മീൻ NP ആണെന്ന് വെച്ചിട്ട് വേണം ചെയ്യാൻ. നോക്കുക, എക്സിൻ്റെ വാല്യൂസ് ഇവിടെ പുട്ട് ചെയ്യുന്നുണ്ട്. 0, 1, 2, 3, 4, 5. എഫ് 6, 20, 28, 12, 8, 6. ടോട്ടൽ 80 ആണ്. ടോട്ടൽ എഫ് ആണെന്ത്? n. ദെൻ എഫ് എക്സ് 0 × 6 0, 1 × 20 20, 2 × 28 56, 3 × 12 36, 4 × 8 32, 5 × 6 30. ടോട്ടൽ 174. അപ്പോൾ മീൻ കാണാനുള്ള ഇക്വേഷൻ, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ കാണാനുള്ള ഇക്വേഷൻ എന്താ? സിഗ്മ FX/n ആണ്. സിഗ്മ FX/n മീൻസ് 174 / 80. ദാറ്റ് ഈസ് ഈക്വൽ ടു 2.175. അപ്പോൾ മീൻ 2.175 ആണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ മീൻ എന്ന് പറയുന്നത് എന്താ? NP ആണ് അല്ലേ? NP എന്ന് പറയുന്നത് 2.175 ആണ്. ഇവിടെ n 5 ആണ്, നമുക്ക് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. അപ്പോൾ P കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അല്ലേ? P is equal to NP/n ആണ്. 2.175 / 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.435. P 0.435 ആണെന്ന് കിട്ടി. അതുകൊണ്ട് Q എന്ന് പറയുന്നത് 1 - P ആണ്. 1 - 0.435 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.565. അപ്പോൾ 3 ടേമും കിട്ടി. n 5 ആണ്, P 0.435 ആണ്, Q 0.565 ആണ്. ഇനി ഇത് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ ഡിസ്ട്രിബ്യൂഷനിലേക്ക് അറേഞ്ച് ചെയ്യണം. എക്സ്, P(x), E(x). എക്സിൻ്റെ വാല്യൂസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. P(x) നിങ്ങൾ ഓരോന്നായിട്ട് ചെയ്യണം. 0 വരുമ്പോൾ എങ്ങനെ വരിക? 5 C 0, P(0), Q(5). P എത്രയാണെന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് കൃത്യമായിട്ട് എനിക്ക് അയച്ചു തരാം. ഓക്കെ. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ചാപ്റ്റർ ഇവിടെ തീരും. ഓക്കെ. ദെൻ നെക്സ്റ്റ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷനാണ് വരിക. ഇതിൻ്റെ നോട്ട്സൊക്കെ കൃത്യമായിട്ട് എഴുതി വെച്ചോളാം. സബ്മിറ്റ് ചെയ്യാനുള്ള സമയം ഞാൻ പറയാം, പെട്ടെന്ന് തന്നെ പറയും. അപ്പോൾ ചാപ്റ്റർ തീർന്നപാട് തന്നെ പറയും. അപ്പോൾ എല്ലാവരും കൃത്യമായി ക്ലാസ് കേൾക്കുക, മനസ്സിലാക്കുക. ഓക്കെ, ബൈ.